ഏറ്റവും കൂടുതൽ തൂക്കമുള്ള കപ്പ കൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കർഷകർ കപ്പ കൃഷി ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു കൂടമോ അല്ലെങ്കിൽ കളിയോ വെട്ടും. ആ വെട്ടിയതിന് ശേഷം ഒരു 10 സെൻറ്റിമീറ്റർ അഥവാ ഇത്ര ഹൈറ്റിലുള്ള ചെറിയൊരു കൊമ്പ് നടും. ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള കൊമ്പ് നടും. അതാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഇതുപോലെ ഒരു ചെറിയ കുഴി എടുക്കുക. കുഴി എടുത്തതിന് ശേഷം ഒരു 2 കൊട്ട ചാണകം അതിലിടുക. എന്നിട്ട് പച്ചിലവളം ഇടുക. അതിനുശേഷം നല്ലവണ്ണം കൂടമാക്കുക. കൂടമാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു 2 മീറ്റർ ഹൈറ്റുള്ള അഥവാ 1.5 മീറ്ററെങ്കിലും ഹൈറ്റുള്ള, ഹൈറ്റ് കൂടുന്തോറും മെച്ചമാണ്, വലിയ കൊമ്പ്, ഈ പൂളക്കമ്പ് എടുക്കുക അഥവാ കപ്പക്കമ്പ് എടുക്കുക. എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്പ് നല്ല വണ്ണം വേണം, നല്ല ആരോഗ്യമുള്ള കമ്പ് വേണം, പുതിയ കമ്പ് വേണം, ഉണങ്ങരുത്. കപ്പ കൃഷിയിൽ നിന്നും കമ്പ് ശേഖരിക്കേണ്ടത് നിങ്ങൾ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ ശേഖരിക്കണം, പുതിയതാവണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ കുഴി എടുത്തതിന് ശേഷം അതിൽ ചാണകവും മറ്റുള്ള വളങ്ങളൊക്കെ നിക്ഷേപിച്ചതിന് ശേഷം ഒരു കൂടമാക്കി ആക്കുക. അതിനുശേഷം ഈ കമ്പ് കുത്തുക. ഈ കമ്പ് കുത്തിക്കഴിഞ്ഞാൽ കൊമ്പ് മറിഞ്ഞു വീഴുന്നതാണ്. അതിന് നിങ്ങൾ വേറൊരു വടി കൊണ്ട് ഇത് താങ്ങ് കൊടുക്കണം. താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടാവും. പെട്ടെന്നുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അഥവാ 8 മാസം കൊണ്ട് മറ്റുള്ള കപ്പയേക്കാൾ കൂടുതൽ, ചെറിയ കൊമ്പ് കുത്തി ഉണ്ടാവുന്ന കപ്പയേക്കാൾ കൂടുതൽ ഡബിൾ കപ്പ ഇതിൽ ഉണ്ടാവുന്നതാണ്. ഏറ്റവും വലിയ വലിയ കിഴങ്ങ് ഇതിലുണ്ടാവുന്നതാണ്. കാരണം മുകുളങ്ങൾ പെട്ടെന്ന് പൊട്ടും. അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് വളരാനുള്ള കഴിവുണ്ട്. മറ്റത് ചെറിയ കമ്പാണ്. അതിന് വളർന്നു വരുന്ന സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് വളമ വലിച്ച് വലിയ മരമായി മാറും. ഇതുപോലെ നിങ്ങൾ കുഴിച്ചിട്ടിട്ട് കമ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്മേൽ ചാരി വെച്ച് കെട്ടിയാലും മതി. മരത്തിൻ്റെ സൈഡിൽ നിങ്ങൾ വളമിട്ട് അതിലൊരു കൂടമാക്കിയിട്ട് അവിടെ ചാരി വെച്ച് കെട്ടിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ മുറ്റത്ത് ചുമരിൻ്റെ ഒരു മതിലിന് ചാരിയോ എന്തെങ്കിലും ചാരി വെച്ചാലും ഈ കപ്പ വലിയ കപ്പ ഉണ്ടാകുന്നതാണ്. ഭീമാകാരമായ കപ്പ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ വലിയൊരു 2 മീറ്റർ ഹൈറ്റുള്ള അല്ലെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റുള്ള, ഹൈറ്റ് കൂടുന്തോറും മെച്ചാണ്, ഹൈറ്റുള്ള കമ്പെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഭീമാകരമായ നല്ല തൂക്കമുള്ള, മറ്റുള്ളതിനെ അപേക്ഷിച്ച് വലിയ കിഴങ്ങ് കിട്ടുന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ള കപ്പ ചെറിയ കൊമ്പ് കുത്തുമ്പോൾ ചെറിയ മുകുളങ്ങളാണ് വരുന്നത്. ഇത് പല സ്ഥലത്തുനിന്നും ഇത് മുകുളങ്ങൾ വരും. തൽഫലമായി പെട്ടെന്ന് നമ്മുടെ മണ്ണിൽ നിന്നും ആഹാരം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ ഇലകളാണ് ഇതിൻ്റെ ആഹാരം വലിച്ചെടുക്കുന്നത്. വേര് ആഹാരം വലിച്ചെടുക്കുന്നു, ഇലകൾ ഇതിൻ്റെ സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നു. ഈ സൂര്യപ്രകാശവും അതുപോലെ തന്നെ വേര് വളവും വലിച്ചെടുക്കുന്നത് ഇത് ഇവിടെയുള്ള കാമ്പിൽ ശേഖരിക്കുന്നു. അതാണ് നമുക്ക് കപ്പയായി മാറുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശമുള്ള സ്ഥലത്താവണം. സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് ഇത് പരീക്ഷിക്കരുത്. ഈ കപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സൂര്യപ്രകാശവും അതുപോലെ തന്നെ നല്ല ഫലപുഷ്ടമായ മണ്ണും വെള്ളവുമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഇത് വലിയ കിഴങ്ങുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. ചെറിയ കമ്പ് കുത്തുന്നതിന് പകരം വലിയ കമ്പ് കുത്തുക, അത്രമാത്രം. ഇത് വളമ നിർബന്ധമാണ്. ആദ്യം അടിവളം നിങ്ങൾ ചേർക്കണം. എത്രത്തോളം വളമ കൊടുക്കുന്നോ അത്രത്തോളം വലിയ കിഴങ്ങുണ്ടാവുന്നതാണ്. കപ്പ പൂക്കുന്ന സമയത്താണിത് വിളവ് ആവുന്നത്. അതുകൊണ്ട് കപ്പ പൂത്ത് കായായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറിക്കാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയ കപ്പ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും നമസ്കാരം.